ഇത് ഞാനാ വല്യമ്മച്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവശിക്കുട്ടിയല്ലോ. നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന് മുമ്പിൽ കിടന്ന ഒരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടകയ്ക്കോ? ആ, എന്ന് വേണമെങ്കിൽ പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മ ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസുട്ടിച്ചായ? ആ, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്നത് സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പോഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല, എന്റെ മേത്തിന് ചിന്തെങ്കിൽ ചിലപ്പോ ജീപ്പ് തവിട് പൊടിയായനെ. നെകളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത്. ഏയ്, അതൊന്നുമില്ല. പിന്നെ നിനക്ക് തിന്നാൻ എന്നാ വേണ്ടേ? ഓ, ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. ആനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ കുറച്ച് വെള്ളം 3-4 ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ. ദേ പോണു ബക്കറ്റും പിടിച്ച്. കൊണ്ട് വെടിവെച്ചാ മനുഷ്യന്മാര് ചാവോ ദേവസുട്ടിച്ചായ? എന്നാ നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ? നീ എടുത്തോ. നീ ഇവിടെ നിൽക്കുകയായിരുന്നല്ലേ? എന്നതാ ചായ, കഴിക്കാൻ വല്ലതും വേണോ? വേണോന്ന് ചോദിച്ചാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടായിരുന്നേ. അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കാര്യ? നീ എനിക്കുള്ളതാണെന്നുള്ള കാര്യം. ഇഷ്ടമല്ലേ നിനക്കെന്നെ? ഇഷ്ടമല്ലേ? മാറിച്ചായ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ജോലി ചെയ്തോ. നീ ഇത് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. എന്നതാ പ്രശ്നം? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മോശമല്ലേ ആശാനെ? അങ്ങനെ പോയാലോ? അവൻ
അവന്മാരെയും തൂക്കിയെടുത്തുണ്ട്. വേഗം സ്ഥലം വിട്. ഇനി ഈ ഏരിയയെ കണ്ടുപോരുത്. തോക്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോളാം. കോഴിമുട്ട കൊണ്ട് ഒരു 3-4 കോഴിമുട്ട എടുത്തു പാടി. അല്ലെങ്കിൽ വേണ്ട. എടി പെണ്ണേ, ഈ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ? എങ്കിൽ വെക്കടാ വെടിയെന്ന് പറഞ്ഞ് ചാണ്ടിച്ചായ തോക്കിന്റെ നേരെ കാഞ്ചു വലിച്ചു. നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ. ഒരു 10 അടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട്. ഉണ്ട കൊണ്ടത് തൂണേല്, ദേവതിക്കുട്ടിയും തോക്കും തറയില്. ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു. ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവെച്ചെന്ന് കേട്ടു. അയ്യോ, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്കാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് പെരുന്നാളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാർ, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി TP ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയും കോരെ സാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞ് പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്താ അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വല്യപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാറ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള് എന്നാ ചെയ്യും. ചാണ്ടിച്ചയ മാത്രമുണ്ട് കോരസാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരസാറ്. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയില്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. പൂഴിമടല് മേലോട്ട് പറക്കുന്നു കണ്ടു, അത്രമാത്രം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സാധ കിടക്കുവാ. എന്നതാ ചാണ്ടിച്ചായൻ മണ്ണാൻ കട്ട. അപ്പൊ കോരസാറായിരിക്കും. അയ്യടാ, ഈ 40 പേരെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിളും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരസാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേരെ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് ഒരു അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഇച്ചായ ഞങ്ങൾ ഇറങ്ങുവാ. ആരാത്? ആ, നീയായിരുന്നു. ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ? ഓയിന്റ്മെന്റ് പറ്റിയ വേഗം മുറിവ് ഉണങ്ങും. എന്തോ? വല്യമ്മച്ചിയുടെ കാലിലെ മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുടിച്ചെന്നതാ. അതിന് കയ്യിലെ മുറിവ് ഉണങ്ങാൻ. ഓ, അതാണോ? വേണമെന്നില്ല. വല്യമ്മച്ചിയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താൽ മതി. കുറ്റിക്കര ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്നൊന്നും ഏക്കുകയല്ല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവങ്ങ് കരിഞ്ഞു. അല്ല, നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കള പണി വല്ലതും ഉണ്ടോ നോക്കും. ചളി മരുന്ന് കൊണ്ട് നടന്നു. ആ, നിങ്ങളൊക്കെ ചായയോട് കഴിഞ്ഞില്ലടാ? ഓ, തീർന്ന ചായ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ? ഓ, ഇതൊക്കെ ഒരു മുറിവാന്നോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അത് അന്ന് വടിവാൾ വാങ്ങിയപ്പോ ചാണ്ടിച്ചാൻ കയറി പിടുത്തം പിടിച്ചില്ലയോ? ഓ, അതോ? അത് ഞാൻ കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു.
എന്താ എല്ലാരും നിക്കുന്നേ? ചാണ്ടിച്ചനോടുള്ള ബഹുമാനം കൊണ്ട് നിൽക്കുക. അല്ല, ഇക്കാലത്തിനിടയിൽ ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ, ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങില്ല എങ്ങനെയാന്നേ? സാരമില്ല, എല്ലാരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ വക ചായ അമ്പലാരം കൊണ്ട് കുഞ്ഞിട്ടേ. ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നത്. അതെന്നാ അങ്ങനെ? ഇച്ചായന് ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ, ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയാലല്ലോ. ഒന്ന് ചുമ്മാ ഇരി എന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയച്ചാരെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റുകയില്ല. കോരസാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ല ചാണ്ടിച്ച, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ, അത് നല്ലതാ ചെയ്യാ. എടാ, ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ഓ, ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ, അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോരസാറാ. അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന്റെ വിവരം അറിയിക്കാൻ ചാണ്ടി ചെയ്യാ. അറിയിക്കല്ലയോ? എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്നു മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ് സിന്ദാബാദ്. KC കോല സിന്ദാബാദ്. കുട്ടികൾ ചാണ്ടി സിന്ദാബാദ്. OC ആൻഡപ്പൻ. അതാരാ? അത് ഞാനാ. എടാ,